सुजलां सुफलां मलयज शीतलां सस्यश्यामलां मातरं वन्दे मातरम्. On 15th of August, 75 years ago, our nation got its independence from the British colonial rule. It is indeed the most auspicious day in the history of our nation, as it won back its freedom after many years of relentless struggles put in by our great freedom fighters. On this day, let's salute our martyrs for their sacrifices and thank them for giving us a bright today. Let us also congratulate our India's Super 7 athletes who gave the country its most successful Olympic campaign. Their outstanding performance in the Tokyo Olympics made this year's Independence Day much more special. Beloved sisters, teachers, parents and my dear friends, on behalf of Auxilium School Kattapana, I welcome you all to this grand virtual celebration of 75th Independence Day of the country. Let us commemorate the freedom and rejoice in the spirit of independent India. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. सीताराम सीताराम, भज प्यारे तू सीताराम. सीताराम सीताराम, भज प्यारे तू सीताराम. ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान. ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान. നമ്മുടെ ഓക്സിലിയൻ സ്കൂൾ മാനേജർ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല, സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ സോഫി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഹസ്തങ്ങളിൽ നിന്ന് പാരതന്ത്ര്യത്തിൻ്റെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് 74 വർഷങ്ങൾ പിന്നിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം 1-2 വർഷത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ല, മറിച്ച് നീണ്ട 90 വർഷങ്ങളുടെ ത്യാഗത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കോടാനുകോടി ജനങ്ങളുടെ രക്തത്തിൻ്റെയും ജീവൻ്റെയും വിലയാണെന്ന് ഞാനും നിങ്ങളും ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് എന്നും നല്ലതായിരിക്കും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും അതോടൊപ്പം തന്നെ രാഷ്ട്രതന്ത്രജ്ഞന്മാരെയും ഓർക്കേണ്ടതായ ഒരു ദിനം കൂടി. പ്രിയപ്പെട്ടവരെ, ഭാരതം നമ്മുടെ അമ്മയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ അധ്വാനിക്കണം. സഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും അതോടൊപ്പം തന്നെ നല്ല മനോഭാവങ്ങളും കാത്തു സൂക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കുപറ്റുകയാണ്. രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ വലിയ വലിയ സംഭാവനകൾ നൽകുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, ലോകമേ തറവാട് എന്നിങ്ങനെയുള്ള വലിയ ദർശനങ്ങൾ ലോകത്തിന് തന്നെ വിഭാവനം ചെയ്ത് ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത ഒരു വലിയ രാജ്യത്തിൻ്റെ മക്കളായി നമ്മൾ വളർന്നു വരുന്നതിനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഓക്സിലിയൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്കേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഓക്സിലിയൻ സ്കൂൾ അവളുടെ 25ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കലാലയ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ സ്ഥാപനവും രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിക്കുന്നു.
കഴിഞ്ഞ 25 വർഷമായി ഈ പ്രദേശത്തുള്ളതായ മക്കളെ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ നിർലോഭമായ സംഭാവനകൾ നൽകുന്നു. നമ്മൾ തിരിച്ചറിയുന്നു, ലോകത്തിൻ്റെ ഭാവി ഓരോ ക്ലാസ് മുറികളിലുമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളെയും നല്ല ദിശാബോധമുള്ളവരായി, ലക്ഷ്യബോധമുള്ളവരായി, അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും അടിമത്തത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇവരെ കൈപിടിച്ചു നടത്തുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയിൽ ഇവർ മാത്രമല്ല ഉത്തമ പൗരന്മാരായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾ ഈ പ്രസ്ഥാനം കല്ലിട്ട നാൾ മുതൽ ഇന്നോളം ഈ സ്ഥാപനത്തിന് മുമ്പിൽ നിന്ന് തേരോടിച്ചതായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് ലോകത്തിന് നാനാഭാഗത്ത് അധ്വാനിക്കുന്നവരും ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏറെ അഭിമാനത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവിധമായ ആശംസകളും ഭാവുകങ്ങളും നൽകുന്നതോടൊപ്പം സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും നന്മകളും ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും, വളരെ പ്രത്യേകിച്ച് ഓക്സിലിയം കുടുംബത്തിനും ഏറെ അഭിമാനത്തോടെ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ये दुनिया एक दुल्हन, ये दुनिया एक दुल्हन, दुल्हन के माथे की बिंदिया. ये मेरा इंडिया, ये मेरा इंडिया. I love my India, I love my India. ये दुनिया एक दुल्हन, ये दुनिया एक दुल्हन, दुल्हन के माथे की बिंदिया. ये मेरा इंडिया, I love my India. ये मेरा इंडिया, I love my India. पीहू पीहू बोले पपीहा, कोयल कुहू कुहू गाए. हंसते रोते हमने जीवन के सब गीत बनाए. ये सारी दुनिया अपने अपने गीतों को गाए. गीत वो गाओ जिससे इस मिट्टी की खुशबू आए, मिट्टी की खुशबू आए. I love my India, I love my India. वतन मेरा इंडिया, सजन मेरा इंडिया. ये दुनिया एक दुल्हन, ये दुनिया एक दुल्हन, दुल्हन के माथे की बिंदिया. ये मेरा इंडिया, I love my India. ये मेरा इंडिया, I love my India. There is an indefinable, mysterious power that pervades everything. I feel it, though I do not see it. It is this unseen power which makes itself felt and yet defies all proof, because it is so unlike all that I perceive through my senses. It transcends the senses, but it is possible to reason out the existence of God to a limited extent. Even in ordinary affairs, we know that people do not know who rules or why and how he rules. And yet they know that there is a power that certainly rules. In my tour last year in Mysore, I met many poor villagers.
and I found upon inquiry that they did not know who ruled Mysore. They simply said some god ruled it. If the knowledge of these poor people was so limited about their ruler, I, who am infinitely lesser in respect to God than they to their ruler, need not be surprised if I do not realize the presence of God, the King of Kings. Nevertheless, I do feel, as the poor villagers felt about Mysore, that there is orderliness in the universe. There is an unalterable law governing everything and every being that exists or lives. It is not a blind law, for no blind law can govern the conduct of living beings. And thanks to the marvelous researches of Sir J.C. Bose, it can now be proved that even matter is life. That law, then, which governs all life is God. Law and the lawgiver are one. I may not deny the law or the lawgiver because I know so little about it or him. Just as my denial or ignorance of the existence of an earthly power will avail me nothing, even so my denial of God and his law will not liberate me from its operation, whereas humble and mute acceptance of divine authority makes life's journey easier, even as the acceptance of earthly rule makes life under it easier. I do dimly perceive that whilst everything around me is ever changing, ever dying, there is underlying all that change a living power that is changeless, that holds all together, that creates, dissolves, and recreates. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले। जय हो जय हो। आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले। जय हो कुछ करिए, नस नस मेरी खोले, हाय कुछ करिए, कुछ करिए, बस बस बड़ा बोले, अब कुछ करिए। ओ कोई तो चल सिद्ध फड़िए, तू बेतरिए या मरिए, हाय कोई तो चल सिद्ध फड़िए, तू बेतरिए या मरिए। चक दे
में गलियों में, राशन की फलियों में, बैलों में बीजों में, ईदों में बीजों में, रेतों के दानों में, फिल्मों के गानों में, सड़कों के गड्ढों में, बातों के अड्डों में, भूखा रोज भर ले 10-12 बार कर ले, रहना न यार पीछे कितना भी कोई खींचे, टस है ना मस है जी, जिद है तो जिद है जी, किसना यूं ही पिसना यूं ही पिसना यूं ही पत्थर है, कोई तो चल सिद्ध फड़िए, तू बेतरिए या मरिए, हाय कोई तो चल सिद्ध फड़िए, तू बेतरिए या मरिए, चक